വിശുദ്ധ റമദാൻ അങ്ങോട്ട് കഴിയുമ്പോ അവസാനത്തെ രാവിന് ഏറ്റവും വലിയൊരു മഹത്വമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റമദാന്റെ മഹത്വം തീർന്നുകൊണ്ടല്ല, ഞാനത് ആ ഹദീസിന്റെ ഒരു ആദ്യ ഭാഗം മാത്രമേ ഓതി വെച്ചിട്ടുള്ളൂ. ആ ഹദീസിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൂടി ഉൾക്കൊണ്ട് റമദാനിൽ നല്ലൊരു മാറ്റം നമുക്ക് വേണം. എത്ര കൊല്ലത്ത് റമദാൻ വന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് എത്ര അകലുന്നത്. നബി തങ്ങൾ പറഞ്ഞില്ല, റമദാൻ മാസം വന്നിട്ട് പാപം പൊറുപ്പിക്കാൻ കഴിയാത്തവൻ അള്ളാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് ദൂരെയാകട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ. തങ്ങൾ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ തങ്ങളല്ലേ ആമീൻ എന്ന് പറഞ്ഞത്, നമ്മളാരുമല്ലല്ലോ ആമീൻ എന്ന് പറഞ്ഞത്. ആ ആമീന്റെ ആളുകളാകരുത് നമ്മൾ. റമദാൻ വന്നിട്ട് പാപം പുറത്ത് കിട്ടണം, മാറ്റങ്ങൾ കിട്ടണം, നമ്മുടെ കൽബും ശരീരവും സ്വഭാവവും ഒക്കെ മാറണം. അങ്ങനെ മാറ്റത്തിന്റെ റമദാനായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റമദാൻ ശരീഫ് ഹൃദ്യമായി സ്വീകരിക്കാനും സുഹൃതങ്ങളൊക്കെ ഇഖ്ലാസോടുകൂടി ചെയ്യാനും അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ആരോഗ്യം പേടിക്കുന്ന പലരും ഉണ്ട്, അവർക്കൊക്കെ അള്ളാഹു തആല നല്ല സിഹത്തും സലാമത്തും ഏറ്റിക്കൊടുക്കട്ടെ. കഴിഞ്ഞ വർഷം റമദാനിൽ ചെയ്തതിനേക്കാൾ സുഹൃതങ്ങൾ നല്ല ഈമാനിലും തഖ്വയിലും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ സുഹൃതങ്ങൾ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.